തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജിയും ഒപ്പം CPIM തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ നിന്ന് അശ്വിൻ പാലാഴിയും കൂടി ചേരുന്നുണ്ട്. ആദ്യം സൂരജിലേക്കാണ്. സൂരജ്, ഇപ്പോൾ ഇന്നത്തെ EDയുടെ ചോദ്യം ചെയ്യലിനിടയിലേക്ക് ആദായനികുതി വകുപ്പ് കടന്നു വരുന്നു. അതുമായി ബന്ധപ്പെട്ട് തന്നെയാണോ, ആ പാർട്ടിയുടെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് തന്നെയാണോ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഇപ്പോഴത്തെ ആദായനികുതി വകുപ്പിന്റെ പരിശോധന നടക്കുന്നത്? ഗൂഗിൾ അത്തരത്തിൽ തന്നെയാണ്. ഈ ചോദ്യം ചെയ്യലിന്റെ തുടർച്ച എന്ന നിലയിലൊക്കെയാണ് ഇപ്പോൾ ഈ പരിശോധനകൾ ഇവിടെ പുരോഗമിക്കുന്നതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ ഈ ശ്രീകാന്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ 6 കോടി രൂപയുടെ ഈ നികുതി സംബന്ധിച്ചുള്ള വിവരങ്ങൾ അടച്ചില്ല എന്നുള്ളതാണ് നിലവിൽ ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ MM വർഗീസ് 1 കോടി രൂപ ഈ അക്കൗണ്ടിൽ നിന്ന് പിൻവലിക്കുകയും ചെയ്തു. ഇതെല്ലാം തന്നെ ഈ ആദായ നികുതി സംബന്ധിച്ചുള്ള രേഖകളിൽ ഇത് ഉൾപ്പെടുത്തിയിരുന്നില്ലെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്, അത് പരിശോധിക്കുന്നതിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു റെയ്ഡിലേക്ക് ഇൻകം ടാക്സ് കടന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം CPMന്റെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ ഓഫീസ് സെക്രട്ടറിയെ അടക്കം വിളിച്ചു വരുത്തിക്കൊണ്ടുള്ള ഒരു ചോദ്യം ചെയ്യലിലേക്കാണ് ഇൻകം ടാക്സ് കടന്നിരിക്കുന്നത്. അതേസമയം CPMമായി നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഇത് വിളിച്ചു വരുത്തിയതല്ല, CPM ഓഫീസ് സെക്രട്ടറി ഇവിടെ എത്തിയതാണ്, ആ സമയത്താണ് ഇൻകം ടാക്സിന്റെ റെയ്ഡ് നടക്കുന്നത് അറിഞ്ഞത്, അത്തരത്തിൽ ആ സമയത്ത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹകരിക്കുകയായിരുന്നു എന്നുള്ളത് മാത്രമാണ് CPMന്റെ ഔദ്യോഗികമായുള്ള വിശദീകരണം. എന്നാൽ ഇൻകം ടാക്സ് വൃത്തങ്ങളിൽ നമുക്ക് ലഭിക്കുന്ന വിവരം സ്വാഭാവികമായും ഈ ഓഫീസ് സെക്രട്ടറിയെ വിളിച്ചു വരുത്തിയതാണ്. അത്തരത്തിൽ ഈ വിവരങ്ങൾ തേടിക്കൊണ്ട് ഇതിൽ വ്യക്തത വരുത്താനുള്ള ഒരു നീക്കമാണ് നടത്തുന്നതെന്നുള്ളതാണ് ഇൻകം ടാക്സ് പറയുന്നത്. എന്തായാലും 2.5 മണിക്കൂറിലധികമായി ഇപ്പോൾ ഈ ഓഫീസ് സെക്രട്ടറിയുമായി വിവരങ്ങൾ ആരായാൻ തുടങ്ങിയിട്ട് എന്തായാലും അത് തുടരുകയാണ് ഗൂഗിൾ. ശരി സൂരജ്, അശ്വിൻ പാലാടി കൂടി ചേരുന്നുണ്ട് CPM തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന്. അശ്വിൻ, അങ്ങനെ ഈ കരിവന്നൂറുമായി ബന്ധപ്പെട്ട ED അന്വേഷണം അത് CPMന്റെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ടിലേക്കും എത്തുകയാണ് MM വർഗീസിലൂടെ. പാർട്ടി നേതൃത്വം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതിനെ വലിയ മറുപടി പറയേണ്ടി വരില്ലേ? നിലവിൽ എന്തായാലും വലിയ പ്രതിസന്ധിയിലാണ് ഗൂഗിൾ. CPM തൃശൂർ ജില്ലാ കമ്മിറ്റി നേതൃത്വം എത്തി നിൽക്കുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രധാനമായും പാർട്ടിയുടെ പേരിൽ 5 അനധികൃത അക്കൗണ്ടുകൾ ഉണ്ട് എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട കണ്ടെത്തൽ EDയുടേത്. അതിനു പുറമെയാണ് ഇപ്പോൾ സ്വകാര്യ ബാങ്കുകളിൽ കൂടി ഈ CPM ജില്ലാ കമ്മിറ്റിക്ക് അക്കൗണ്ടുകൾ ഉണ്ട് എന്നുള്ളൊരു വിവരം ED കണ്ടെത്തിയിരിക്കുന്നത്. അങ്ങനെ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ, ആദായ നികുതി വകുപ്പിന് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് 2 ദേശസാൽകൃത ബാങ്കുകളിൽ ഇപ്പോൾ പരിശോധന പുരോഗമിക്കുന്നത്. പ്രധാനമായും ഈ ദേശസാൽകൃത ബാങ്കുകളുടെ അക്കൗണ്ടുകൾ പ്രാഥമിക വിവരമായി KYC പോലും നൽകാതെയാണ് തുടങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് EDയുടെ ആരോപണം. അതായത് KYC എന്നാൽ ഈ അക്കൗണ്ട് തുടങ്ങുന്ന ആളുടെ പ്രധാനപ്പെട്ട വിവരങ്ങൾ പോലും, ആധാർ അടക്കമുള്ള ഐഡന്റിറ്റി രേഖകൾ പോലും നൽകാതെയാണ് ഈ അക്കൗണ്ടുകൾ തുടങ്ങിയിരിക്കുന്നത്. അങ്ങനെയാണ് ഇതിൽ ഇടപാടുകൾ നടക്കുന്നത് എന്നുള്ളൊരു ആരോപണമാണ് പ്രധാനമായും ED ഉന്നയിക്കുന്നത്. എന്തായാലും അതടക്കം കണ്ടെത്തേണ്ടതുണ്ട്. ഇപ്പോൾ CPMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ AC മൊയ്തീൻ അടക്കമുള്ള CPMന്റെ പ്രധാന നേതാക്കൾ തുടരുകയും ചെയ്യുന്നുണ്ട്. ഈ പരിശോധന പൂർത്തിയാകുന്ന മുറയ്ക്ക് അവർ പുറത്തേക്ക് വരുമോ, പ്രതികരണം നൽകുമോ എന്നടക്കമുള്ള കാര്യങ്ങളും ശ്രദ്ധേയമാണ്. ശരി, അശ്വിനും ശ്രീകാന്തും ഒപ്പം സൂരജുമാണ് വിവരങ്ങൾ നൽകിയത്. CPM തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിയുടെ EDയുടെ ഇന്നത്തെ ചോദ്യം ചെയ്യൽ പൂർത്തിയാകുന്നു. പക്ഷേ ഫോൺ പിടിച്ചെടുക്കുന്നു. അതിന്റെ തുടർച്ചയായി ആദായ നികുതി വകുപ്പ് കൂടി CPMന്റെ പല അക്കൗണ്ടുകളെ പറ്റിയും അന്വേഷണം ആരംഭിച്ചു.